ഞാൻ സലീമ സാജിദ്. കൗൺസിലിംഗ് കാപ്സ്യൂളിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ജീവിതത്തിൽ പലരും പുറമേക്ക് നോക്കുമ്പോൾ ഹാപ്പി, ആക്റ്റീവ്, കോൺഫിഡൻസ് എല്ലാം ഉണ്ടായിരിക്കും. പക്ഷെ ഉള്ളിൽ അവർ ഒരുപാട് കൺഫ്യൂഷൻ, ഫിയർ, ആങ്സൈറ്റി, ഡിപ്രഷൻ, ടെൻഷൻ എന്നിവയുമായി ജീവിക്കുന്നവരായിരിക്കും. അതിലേറ്റവും വലിയൊരു പ്രശ്നമാണ് ഓവർ തിങ്കിങ് എന്നത്. ഈ വീഡിയോ അവസാനം വരെ കണ്ടാൽ ഓവർ തിങ്കിങ് എങ്ങനെ ഇല്ലാതാക്കാം എന്ന കാര്യം തീർച്ചയായും നിങ്ങൾക്ക് മനസ്സിലാവും. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. എന്താണ് ഓവർ തിങ്കിങ് എന്നത്? ഒരു തീരുമാനമെടുക്കാൻ മണിക്കൂറുകൾ ചെലവഴിക്കുന്നു. ഒരു വാക്ക് പറഞ്ഞതിനെ കുറിച്ച് രാത്രി മുഴുവൻ ഇരുന്ന് ചിന്തിക്കുന്നു. അവരെന്ത് വിചാരിക്കുമെന്ന ചിന്ത അവരിൽ നിന്ന് പോവുകയേയില്ല. ഇതൊക്കെയാണ് ഓവർ തിങ്കിങ് എന്നത്. ചിന്തകൾ നമ്മെ നയിക്കുന്നതിനു പകരം ചിന്തകൾ നമ്മെ ഭരിക്കുന്ന ഒരവസ്ഥയാണിത്. ഓവർ തിങ്കിങ് എന്നത് ഒരു വീക്ക്നെസ് അല്ല. അത് അതിബുദ്ധിശാലികൾക്കും സെൻസിറ്റീവായ മനസ്സുകൾക്കും ജീവിതത്തെ ഗൗരവമായി കാണുന്നവർക്കും ഉണ്ടാവുന്ന ഒരു പാറ്റേൺ ആണ്. പക്ഷെ ഈ പാറ്റേൺ നമ്മെ തളർത്തുന്നുണ്ടെങ്കിൽ അതിനെ നാം മനസ്സിലാക്കുകയും അത് മാറ്റിയെടുക്കുകയും വേണം. ഇല്ലെങ്കിൽ ജീവിതത്തിൽ നാം പല പ്രോബ്ലംസും നേരിടേണ്ടി വരും. ഓവർ തിങ്കിങ് എന്നത് ഒരു സാധാരണ ചിന്തയല്ല. ഒരു കാര്യത്തെ തന്നെ ആവശ്യമുള്ളതിലും അധികമായി വീണ്ടും വീണ്ടും ചിന്തിക്കുക, സംഭവിക്കാത്ത കാര്യങ്ങൾക്ക് പോലും പേടിച്ച് ജീവിക്കുക, ചെറിയ കാര്യങ്ങൾ പോലും മനസ്സിൽ വലുതാക്കി കാണുക, അതാണ് ഓവർ തിങ്കിങ് എന്നത്. ഒരു ഫോൺ കോൾ വന്നില്ലെങ്കിൽ പോലും അവർക്ക് എന്തെങ്കിലും പറ്റിയോ, അവരെന്തെങ്കിലും അപ്സെറ്റ് ആണോ, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ, അവരെന്നെ ഇഗ്നോർ ചെയ്യുന്നുണ്ടോ, ഇത്തരം ചിന്തകളായിരിക്കും. ഇനി പാസ്റ്റിനെ കുറിച്ചും ചിന്തിച്ച് ടെൻഷൻ ഒഴിഞ്ഞ നേരമുണ്ടാവില്ല. ഞാൻ അന്ന് അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ആ തീരുമാനം തെറ്റായിരുന്നു, അന്ന് അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല, എല്ലാം എന്റെ ഫാൾട്ട് കൊണ്ട് സംഭവിച്ചതാണ്. ഇങ്ങനെ കഴിഞ്ഞ കാര്യങ്ങളെ വീണ്ടും വീണ്ടും റീപ്ലേ ചെയ്യുന്നു. ഇനി അതുകൊണ്ടും നിൽക്കില്ല. ഫ്യൂച്ചറിൽ ഇത് നടക്കുമോ, ഞാൻ അതിൽ തോൽക്കുമോ, പരാജയപ്പെട്ടാലോ ആളുകൾ എന്നെ കളിയാക്കുമോ, ഇങ്ങനെ ഒരിക്കലും സംഭവിക്കാത്ത കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായി ചിന്തിക്കുകയും മനസ്സ് ഭയപ്പെടുകയും അസ്വസ്ഥമാവുകയും ചെയ്യുന്ന അവസ്ഥയാണിത്. ഇത്തരം ആളുകൾ ഇങ്ങനെ പേടിച്ചും ടെൻഷനടിച്ചും ജീവിക്കുമ്പോൾ ഇപ്പോഴത്തെ ഈ നിമിഷത്തെ അവർ മറന്നു പോകുന്നു. ഈ നിമിഷങ്ങളിൽ ജീവിക്കാൻ കഴിയാതെ പോകുന്നു. അതാണ് ഓവർ തിങ്കിങ് ചെയ്യുന്ന ഏറ്റവും വലിയ നഷ്ടം. ഓവർ തിങ്കിങ് പതുക്കെ നമ്മുടെ സമാധാനം നശിപ്പിക്കും. ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും, പക്ഷെ മനസ്സ് പിന്നിലേക്കായിരിക്കും പോവുക. ശരീരം മാത്രമേ നമ്മോടൊപ്പം ഉണ്ടാവൂ. മൈൻഡ് മറ്റെവിടെയൊക്കെയോ ആയിരിക്കും. സത്യത്തിൽ ഓവർ തിങ്കിങ് നമ്മുടെ മനസ്സിനെ ഹർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നില്ല, അത് നമ്മെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ചിലപ്പോൾ കുട്ടിക്കാലത്തോ അല്ലെങ്കിൽ ജീവിതത്തിൽ എപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ വേദനാജനകമായ അനുഭവങ്ങൾ നമുക്കുണ്ടായിരിക്കാം. അന്ന് നമുക്ക് ആ ഇൻസിഡന്റിൽ ചില പരാജയങ്ങളോ നഷ്ടങ്ങളോ ഒക്കെ സംഭവിച്ചിട്ടുണ്ടാവും. അന്നത്തെ ആ സംഭവം നമ്മുടെ മനസ്സിനെ ഒരുപാട് ഹെർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം. കൂടുതൽ ചിന്തിച്ചിരുന്നെങ്കിൽ ആ തെറ്റുകൾ ഒഴിവാക്കാമായിരുന്നു, അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് സേഫ് ആവാമായിരുന്നു എന്നിങ്ങനെ നാം പലപ്പോഴും പിന്നീട് ചിന്തിക്കുന്നു. ഈ ചിന്തകൾ പിന്നെ ഒരു ഹാബിറ്റായി മാറും. ഹാബിറ്റ് ഒരു പാറ്റേൺ ആയും പാറ്റേൺ ഒരു പ്രിസണായും മാറുന്നു. ഓവർ തിങ്കിങ് എന്നത് സത്യം പറഞ്ഞാൽ ഒരു കെണിയാണ്. ചിന്തിക്കും തോറും ക്ലാരിറ്റി കിട്ടും എന്ന് നമുക്ക് തോന്നും, പക്ഷെ വാസ്തവത്തിൽ ചിന്തകൾ കൂടും തോറും കൺഫ്യൂഷനും കൂടുകയാണ്. ഒരു ചോദ്യം 10 ചോദ്യങ്ങളാവും, ഒരു പേടി 100 പേടികളായി മാറും. ഇതാണ് ഓവർ തിങ്കിങ്ങിന്റെ ഫലം. ഉത്തരം തേടി ഇറങ്ങി കൂടുതൽ ചോദ്യങ്ങളിൽ കുടുങ്ങുന്ന അവസ്ഥയാണിത്. പലർക്കും ഓവർ തിങ്കിങ് എന്നത് ഒരു ഇൽനെസ് പോലെ തോന്നും. രാത്രിയിൽ ഉറങ്ങാൻ കഴിയില്ല, ചെറിയ കാര്യങ്ങൾ പോലും വലിയ സ്ട്രെസ്സായി മാറും, ഡിസിഷൻ എടുക്കുവാൻ പേടി തോന്നും, മറ്റുള്ളവരുടെ വാക്കുകൾ വീണ്ടും വീണ്ടും ഓർമ്മ വരും. ഓവർ തിങ്കിങ് ചെയ്യുന്നവരിൽ ആരും മോശക്കാരല്ല. അവർ കൂടുതലായി കെയർ കൊടുക്കുന്നവരാണ്, കൂടുതൽ ഫീൽ ചെയ്യുന്നവരാണവർ. പക്ഷെ ആ ഫീലിംഗ് കൺട്രോൾ ചെയ്യാൻ കഴിയാതെ പോകുമ്പോൾ ജീവിതം ഹെവിയായി തോന്നും. ലൈഫ് സിമ്പിൾ ആക്കേണ്ടിടത്ത് നമ്മൾ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നു. ഒരു പ്രോബ്ലം ഇല്ലാത്തിടത്ത് പോലും നമ്മുടെ മനസ്സ് പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുന്നു. നമ്മുടെ മനസ്സ് നമുക്കെല്ലാം ചെയ്തു തരുന്ന ഒരു സെർവന്റിനെ പോലെയാണ്. നാം ആഗ്രഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതുമെല്ലാം നിമിഷം കൊണ്ട് അത് മനസ്സിൽ സാധിപ്പിച്ചു തരും. ആരും കാണില്ല, ആരെയും പേടിക്കേണ്ട, സമൂഹം, കുടുംബം ഒന്നിനെയും ഭയപ്പെടേണ്ട. പക്ഷെ അത് നമ്മുടെ അപകടകാരിയായ യജമാനൻ കൂടിയാണെന്ന്
നാം എപ്പോഴും ഓർക്കേണ്ട കാര്യമാണ്. മൈൻഡ് ഈസ് എ ബ്യൂട്ടിഫുൾ സെർവന്റ് ബട്ട് എ ഡേഞ്ചറസ് മാസ്റ്റർ. മനസ്സ് നമ്മളെ സഹായിക്കേണ്ട ആളാണ്, പക്ഷെ അത് നമ്മെ നിയന്ത്രിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതം പ്രയാസകരമായി തീരും. എന്താണ് ഓവർ തിങ്കിങ് എന്നത്? ഒരു കാര്യത്തെ ഹെൽത്തിയായി അനലൈസ് ചെയ്യുന്നതിനു പകരം അതേ ചിന്തകൾ വീണ്ടും വീണ്ടും റീപ്ലേ ചെയ്യുന്നതാണ് ഓവർ തിങ്കിങ് എന്നത്. ഒരു ചെറിയ സംഭവം നടന്നാൽ പോലും മനസ്സ് അതിനെ പല ആംഗിളിലും ഇട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കും. എന്തിനായിരിക്കും അവൻ അങ്ങനെ പറഞ്ഞത്? ഞാൻ അങ്ങനെ പറയേണ്ടിയിരുന്നില്ല. ഇനി എന്ത് സംഭവിക്കും? എല്ലാം തെറ്റിപ്പോയാൽ എന്ത് ചെയ്യും? ഇങ്ങനെ ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ഫിയറും പാസ്റ്റിനെ കുറിച്ചുള്ള റിഗ്രറ്റും ചേർന്നതാണ് ഓവർ തിങ്കിങ് ഉണ്ടാവുന്നത്. ഓവർ തിങ്കിങ് ഉള്ളവർക്ക് പ്രസന്റ് മൂവ്മെന്റ് എൻജോയ് ചെയ്യാൻ കഴിയില്ല. അവർ പഴയ മിസ്റ്റേക്കുകൾ ഓർക്കും, ഫ്യൂച്ചർ ഇമാജിൻ ചെയ്യും, അവരുടെ ഏറ്റവും മോശം സാഹചര്യങ്ങൾ മാത്രം ചിന്തിക്കും. ഇങ്ങനെ അവരുടെ മൈൻഡിന് ഒരിക്കലും അവർ റെസ്റ്റ് കൊടുക്കില്ല. ഓവർ തിങ്കിങ്ങിന്റെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിലൊന്നാമത്തെ കാര്യം ഫിയർ ഓഫ് ഫെയിലിയർ എന്നതാണ്. ഞാൻ പരാജയപ്പെട്ടാൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും? ഈ പേടി നമ്മെ ഓവർ തിങ്കിങ്ങിലേക്ക് കൊണ്ടുപോകുന്നു. രണ്ടാമത്തെ കാര്യം ലോ സെൽഫ് കോൺഫിഡൻസ് ആണ്. സ്വന്തം കഴിവുകളിൽ നമുക്ക് വിശ്വാസമില്ലെങ്കിൽ ഓരോ ഡിസിഷനും നമുക്ക് ഡിഫിക്കൽട്ടായി തോന്നും. മൂന്നാമത്തെ കാര്യം പാസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. മുമ്പ് ഹെർട്ടായവർ ഫ്യൂച്ചറിലും അതേ പെയിൻ വരുമോ എന്ന് പേടിക്കുന്നു. നാലാമത്തെ കാര്യം മറ്റുള്ളവരുമായുള്ള കമ്പാരിസൺ ആണ്. സോഷ്യൽ മീഡിയയുടെ ഈ കാലത്ത് കമ്പാരിസൺ വളരെ കൂടുതലാണ്. അവൻ ബെറ്റർ ആണ്, അവൾക്ക് ജോലി കിട്ടി, എന്റെ ലൈഫ് പിന്നിലാണ്. ഇതെല്ലാം നമ്മുടെ മൈൻഡിനെ ടയേർഡാക്കും. ഓവർ തിങ്കിങ്ങിന്റെ മറ്റൊരു റീസൺ ആണ് കൂടുതൽ അച്ചീവ്മെന്റ് ഉള്ളവർ കൂടുതലായി ചിന്തിക്കും. എന്തൊക്കെയാണ് ഓവർ തിങ്കിങ് കൊണ്ടുള്ള പ്രശ്നങ്ങൾ? ഓവർ തിങ്കിങ് നമ്മെ എങ്ങനെയാണ് ബാധിക്കുന്നത്? ഓവർ തിങ്കിങ് ആദ്യം ബാധിക്കുന്നത് നമ്മുടെ മൈൻഡിനെയാണ്. മെന്റൽ സ്ട്രെസ് ആണ് ഓവർ തിങ്കിങ് കൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. മൈൻഡ് കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്യുമ്പോൾ സ്ട്രെസ് കൂടുന്നു. മൈൻഡിന് റിലാക്സ് ചെയ്യാൻ ഒരു സമയവും കിട്ടില്ല. ചിലർ പുറമേക്ക് വളരെ ഹാപ്പി ആയിട്ടായിരിക്കും പ്രസന്റ് ചെയ്യുന്നത്, പക്ഷെ മെന്റലി അവർ ടയേർഡ് ആയിരിക്കും. ഓവർ തിങ്കിങ് കൊണ്ടുള്ള രണ്ടാമത്തെ കാരണം ആങ്സൈറ്റിയാണ്. ഫ്യൂച്ചറിനെ കുറിച്ചുള്ള അനാവശ്യമായ പേടി ആങ്സൈറ്റി കൂട്ടുന്നു. സംഭവിക്കാത്ത കാര്യങ്ങൾ പോലും റിയൽ ആയി നമുക്ക് തോന്നും. ഒരു ഇന്റർവ്യൂ, എക്സാം, റിലേഷൻഷിപ്പ്, ഹെൽത്ത് ഇഷ്യൂ, ഇങ്ങനെ എന്തും ഓവർ തിങ്കിങ് ചെയ്യാൻ തുടങ്ങും. ഓവർ തിങ്കിങ് കൊണ്ടുള്ള ഏറ്റവും പ്രധാന പ്രശ്നം ഉറക്കക്കുറവാണ്. ഇത്തരക്കാരുടെ മൈൻഡിന് യാതൊരു റെസ്റ്റും ഉണ്ടാവില്ല. ഇത്തരം ആളുകളുടെ മൈൻഡ് രാത്രിയിലും സൈലന്റ് ആവില്ല. ശരീരം എത്ര ക്ഷീണിച്ചാലും ബ്രെയിൻ ആക്റ്റീവ് ആയിരിക്കും. അതുകൊണ്ട് ഇക്കൂട്ടർക്ക് ഉറങ്ങാൻ കഴിയാതെ വരുന്നു. പഴയ മെമ്മറീസ്, ഭാവിയെക്കുറിച്ചുള്ള പേടി, ഇമാജിനറി കോൺവെർസേഷൻ, ഇതെല്ലാം ഇത്തരം ആളുകളുടെ ഉറക്കത്തെ ബാധിക്കുന്നു. നാലാമത്തെ കാര്യമാണ് ഡിപ്രഷൻ എന്നത്. ലോങ് ടൈം ഓവർ തിങ്കിങ് ഡിപ്രഷനിലേക്ക് നമ്മെ നയിക്കുന്നു. നെഗറ്റീവ് തോട്ട്സ് കണ്ടിന്യൂസ്ലി നമ്മുടെ മൈൻഡിൽ വന്നാൽ ജീവിതം ഹോപ്പ്ലെസ് ആയി മാറും. ഞാൻ മോശമാണ്, എനിക്ക് ഒന്നിനും കഴിയില്ല, എന്നെ കൊണ്ട് ഒന്നിനും സാധിക്കില്ല, ഞാൻ ശരിയാവില്ല, ഇങ്ങനെ നെഗറ്റീവ് സെൽഫ് ടോക്ക് തുടങ്ങും. ഓവർ തിങ്കിങ് ഉള്ളവർക്ക് ഡിസിഷൻ മേക്കിംഗ് പ്രോബ്ലംസും വരും. ഇത്തരം ആളുകൾക്ക് സിമ്പിൾ ഡിസിഷൻ പോലും ഡിഫിക്കൽട്ടായി മാറും. കാരണം അവരെല്ലാ പോസിബിലിറ്റീസും ചിന്തിക്കും. അവസാനം കൺഫ്യൂഷൻ മാത്രം ബാക്കിയാവും. ഓവർ തിങ്കിങ് എന്നത് റിലേഷൻഷിപ്പിനെ കാര്യമായി ബാധിക്കും. റിലേഷൻഷിപ്പിൽ ചെറിയൊരു സൈലൻസ് പോലും മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് നയിക്കും. അവൻ മാറിപ്പോയി, അവളിപ്പോൾ തീരെ എന്നെ കെയർ ചെയ്യുന്നില്ല, അവരെന്നെ ഒഴിവാക്കുന്നു. ഇങ്ങനെ കാര്യങ്ങൾ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കുന്നതിനു പകരം സ്വന്തം നിലക്ക് തന്നെ ഓരോന്ന് ചിന്തിച്ച് ആവശ്യമില്ലാത്ത തീരുമാനങ്ങൾ എടുക്കും. ഇത് റിലേഷൻഷിപ്പിനെ കാര്യമായി ബാധിക്കുന്നു. സെൽഫ് കോൺഫിഡൻസ് കുറയും. മൈൻഡ് സദാസമയവും നെഗറ്റീവ് പോസിബിലിറ്റീസ് പറയുമ്പോൾ കോൺഫിഡൻസ് പതുക്കെ ഇല്ലാതാവും. അപ്പോൾ നമ്മുടെ സ്വന്തം കഴിവുകളിൽ പോലും നമുക്ക് ഡൗട്ട് തോന്നി തുടങ്ങും. ഓവർ തിങ്കിങ് ഹാപ്പിനെസ്സിനെ ഇല്ലാതാക്കും. പ്രസന്റിനെ എൻജോയ് ചെയ്യാൻ ഇക്കൂട്ടർക്ക് കഴിയുകയില്ല. അത്തരക്കാരുടെ ബ്യൂട്ടിഫുൾ മൊമെന്റ്സ് പോലും ടെൻഷൻ കൊണ്ട് അവർ സ്പോയിലാകും. അവർ ജീവിക്കുന്നില്ല, സർവൈവ് ചെയ്യുകയാണ്. ഇനി ഓവർ തിങ്കിങ്ങും അതിന്റെ ലക്ഷണങ്ങളും അതിന്റെ കാരണങ്ങളും മാത്രം പറഞ്ഞാൽ പോരാ. ഓവർ തിങ്കിങ് നിർത്താൻ നാം എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്?
നമ്മുടെ പാസ്റ്റിനെ ഒരിക്കലും നമുക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയില്ല. അത് കഴിഞ്ഞുപോയി, അതിനെ വിട്ടേക്കുക. ഫ്യൂച്ചർ ആണെങ്കിലോ അതിനെ പ്രെഡിക്റ്റ് ചെയ്യാനും കഴിയില്ല. പക്ഷെ പ്രസന്റ് നമുക്ക് ലൈവായി ചെയ്യാം. അതുകൊണ്ട് ഈ നിമിഷം നാം ജീവിക്കുക. ഒരു ദിവസം എന്നത് ഒരു ദിവസമായി തന്നെ ജീവിക്കാൻ പഠിക്കുക. ഓവർ തിങ്കിങ് മാറ്റാൻ നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് എല്ലാം കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കാതിരിക്കുക എന്നത്. ലൈഫിൽ എല്ലാം പെർഫെക്റ്റ് ആവില്ല. എല്ലാ കാര്യങ്ങളും നമുക്ക് മുൻകൂട്ടി അറിയാനും സാധിക്കില്ല. ചില കാര്യങ്ങൾ നമ്മുടെ ചിന്തകൾക്കും അപ്പുറത്താണ് സംഭവിക്കുന്നത്. ഇതെല്ലാം അക്സെപ്റ്റ് ചെയ്യാൻ നാം പഠിച്ചിരിക്കണം. ഓവർ തിങ്കിങ് ഉള്ളവർ ശ്രദ്ധിക്കേണ്ട മൂന്നാമത്തെ കാര്യമാണ് നെഗറ്റീവ് തോട്ട്സ് എന്നത്. നെഗറ്റീവ് തോട്ട്സ് എല്ലാം സത്യമാവണമെന്നില്ല. മൈൻഡ് പറയുന്ന എല്ലാ കാര്യങ്ങളും റിയാലിറ്റി അല്ല. ചില ചിന്തകൾ നമ്മുടെ വെറും പേടി മാത്രമാണ്. ഓവർ തിങ്കിങ് ഉള്ളവർ ശീലിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എപ്പോഴും ബിസി ആയിരിക്കുക എന്നത്. എംപ്റ്റി മൈൻഡ് ഓവർ തിങ്കിങ്ങിനുള്ള സ്പേസ് ആണ്. എക്സസൈസ്, റീഡിംഗ്, പ്രയർ, ഹോബീസ്, ക്രിയേറ്റിവിറ്റി എന്നിവയെല്ലാം നമ്മുടെ മൈൻഡിനെ പവർഫുൾ ആക്കി മാറ്റും. പോസിറ്റീവ് ആളുകളുമായി എപ്പോഴും കൂട്ടുകൂടുക. ഗുഡ് കോൺവെർസേഷൻ ഹീലിംഗ് നൽകുന്നു. അതുകൊണ്ട് തന്നെ കൂട്ടുകൂടുമ്പോഴും കൂട്ടുകാരെ ചൂസ് ചെയ്യുമ്പോഴും പോസിറ്റീവ് മെന്റാലിറ്റി ഉള്ളവരോടൊപ്പം ആവാൻ ശ്രദ്ധിക്കുക. ഓവർ തിങ്കിങ്ങിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് സോഷ്യൽ മീഡിയ കമ്പാരിസൺ. സോഷ്യൽ മീഡിയയിലെ കമ്പാരിസൺ കുറച്ചാൽ ഒരുവിധം ഓവർ തിങ്കിങ്ങും ഇല്ലാതാവും. ഓൺലൈൻ ലൈഫ് മുഴുവൻ റിയാലിറ്റി അല്ല. മറ്റുള്ളവരുടെ ഹൈലൈറ്റ് ജീവിതം കണ്ട് സ്വന്തം ജീവിതത്തെ വെറുക്കാതിരിക്കുക. സെൽഫ് ലവ് പഠിക്കുക എന്നതാണ് ഓവർ തിങ്കിങ്ങിലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. സ്വയം അക്സെപ്റ്റ് ചെയ്യുക. നിങ്ങൾ പെർഫെക്റ്റ് അല്ലെങ്കിലും വാല്യുബിൾ ആണ് എന്ന് മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുക. ഓവർ തിങ്കിങ് നിങ്ങളുടെ മനസ്സിനെ ക്ഷീണിപ്പിക്കാൻ അനുവദിക്കരുത്. ഒരു ചെറിയ ചിന്ത നിങ്ങളുടെ മുഴുവൻ ജീവിതത്തെയും കൺട്രോൾ ചെയ്യുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിപ്പെടരുത്. ലൈഫ് വളരെ ചെറുതാണ്. സദാസമയവും പേടിയിൽ ജീവിച്ചാൽ ഹാപ്പിനെസ് എന്നത് നഷ്ടമാവും. ചിലപ്പോൾ നമുക്ക് വേണ്ടത് ഒരു സൊല്യൂഷൻ ആവില്ല, സമാധാനമായിരിക്കും. നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാൻ പഠിക്കുക. എല്ലാ ചിന്തകളും ഇമ്പോർട്ടന്റ് ആണെന്ന് കരുതരുത്. ചിലത് സ്വീകരിക്കാനും മറ്റു ചിലത് തള്ളിക്കളയാനും നമുക്ക് കഴിയണം. ഓവർ തിങ്കിങ് എന്നത് ഒരു സൈലന്റ് കില്ലർ പോലെയാണ്. അത് പുറത്തേക്ക് കാണില്ല, പക്ഷെ ഉള്ളിൽ മനുഷ്യനെ അത് തളർത്തും. അത് നമ്മുടെ കോൺഫിഡൻസ് കുറക്കും, മനസമാധാനം നഷ്ടപ്പെടുത്തും, റിലേഷൻഷിപ്പിനെ ബാധിക്കും, ഹാപ്പിനെസ് പതിയെ ഇല്ലാതാക്കും. ഓവർ തിങ്കിങ് എന്നത് പെർമനന്റ്ലി ജയിക്കാൻ പറ്റാത്ത ഒന്നല്ല. മൈൻഡിനെ ട്രെയിൻ ചെയ്യാനും നമ്മുടെ തോട്ട്സിനെ കൺട്രോൾ ചെയ്യാനും നമുക്ക് സാധിച്ചാൽ ഓവർ തിങ്കിങ് ഇല്ലാതാക്കാനും നമ്മുടെ ജീവിതം വീണ്ടും പോസിറ്റീവ് ആക്കാനും നമുക്ക് സാധിക്കും. ജീവിതത്തിൽ എല്ലാറ്റിനും ആൻസർ വേണമെന്ന് വാശി പിടിക്കരുത്. ചില കാര്യങ്ങൾ സമയം സോൾവ് ചെയ്തോളും. മറ്റു ചിലത് സമാധാനത്തോടെ നമ്മൾ ആലോചിച്ചാൽ അതിന് ഉത്തരം കിട്ടും. നമ്മൾ ഓരോ ദിവസവും പെർഫെക്റ്റ് ആവേണ്ടതില്ല. പീസ്ഫുൾ ആകാൻ മാത്രം ശ്രമിച്ചാൽ മതി. ഡീപ്പായി ശ്വസിക്കുക, സ്വയം ലൈഫിനെ സിമ്പിൾ ആക്കുക, കൂടുതൽ ആലോചിച്ച് പ്രസന്റിനെ നഷ്ടപ്പെടുത്താതിരിക്കുക. ഈ നിമിഷം സന്തോഷത്തോടെ ജീവിക്കുക, പ്രതീക്ഷയോടെ മുന്നോട്ടു പോവുക. ഇത്തരം കാര്യങ്ങളെല്ലാം ഓവർ തിങ്കിങ് ഇല്ലാതാക്കാൻ സഹായിക്കും. ചിന്തകളെ ഒരിക്കലും സപ്രസ് ചെയ്യരുത്. നമ്മുടെ മനസ്സെന്നത് ഒരു പവർഫുൾ ടൂളാണ്. പക്ഷെ അതിനെ നമ്മുടെ മാസ്റ്റർ ആവാൻ സമ്മതിക്കരുത്. എല്ലാറ്റിനും പെർഫെക്ഷൻ ആഗ്രഹിക്കരുത്. ജീവിതം എന്നത് ഒരിക്കലും പെർഫെക്റ്റ് കണ്ടീഷനിലാവില്ല. പെർഫെക്റ്റ് പ്ലാനും വർക്ക് ചെയ്യില്ല. ഇംപെർഫെക്റ്റ് കണ്ടീഷനിലാണ് നാം എപ്പോഴും ജീവിക്കുന്നത്. അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെയൊക്കെ അങ്ങ് ജീവിക്കും, വരുന്നത് വരട്ടെ, അപ്പോൾ കാണാം എന്ന രീതിയിലേക്ക് നമ്മുടെ മൈൻഡിനെ സെറ്റ് ചെയ്തു വെച്ചാൽ ഒരു ചിന്തകളും നിങ്ങളെ പേടിപ്പിക്കാൻ വരില്ല. ഇന്ന് നമ്മൾ സംസാരിച്ചത് ഓവർ തിങ്കിങ്ങിനെ കുറിച്ചാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമന്റുകൾ രേഖപ്പെടുത്തുക. ഇത്തരം ചിന്തകളുമായി ബുദ്ധിമുട്ടുന്നവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക. ഒപ്പം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.